Jesus for your love. ഒലിവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഈ തള്ളവേരെന്ന് പറഞ്ഞ ആണിവേരില്ല ഒലിവിന്. അതെങ്ങനെയാ വളരുന്നത്? അതിന്റെ വേരുകൾ ഇങ്ങനെ പടർന്നു പോകും. ഹല്ലേലൂയ. ഈ പടർന്നു പോകുന്ന മരത്തിനൊരു പ്രശ്നമുണ്ട്. കാറ്റടിച്ചാൽ ഇത് എന്ത് ചെയ്യും? മറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇതിന് ആണിവേരില്ലാത്തത് കാരണം പെട്ടെന്നൊരു പ്രഷർ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് മറിയും. എന്നാൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ വേരിൽ, ഈ പടർന്നു പോകുന്ന വേരിൽ നിന്നാണ് ഈ അമ്മ മരമായ ഒലിവിനോട് കൂടെ ചേർന്ന് വളരും. വളർന്നു കഴിഞ്ഞാൽ പ്രതികൂലമാകുന്ന കാറ്റടിക്കുമ്പോൾ, ശൂന്യതയുടെ കാറ്റടിക്കുമ്പോൾ, ഞെരുക്കത്തിന്റെ കാറ്റടിക്കുമ്പോൾ ഈ മരം ഇങ്ങനെ മറിയുമ്പോൾ എവിടെ പോയി അറസ്റ്റ് ചെയ്യുന്നത്? ഈ തൊട്ടരികിൽ നിൽക്കുന്ന കുഞ്ഞു മരങ്ങളിൽ ഹല്ലേലൂയ താങ്ങിയിട്ട് നിന്നു നിൽക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നവന്റെ മക്കൾ മുഖേന നിന്റെ ഭവനത്തിൽ വീഴ്ച സംഭവിക്കത്തില്ല, കുറവ് സംഭവിക്കത്തില്ല, സമൃദ്ധി. നീ വീഴാതെ വണ്ണം നിന്റെ തലമുറ നിനക്ക് താങ്ങും തണലുമായിരിക്കും. ഞാനിവിടെ ആയിരിക്കുന്ന എല്ലാ പഠിക്കാൻ വന്ന് കുടുംബമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കുഞ്ഞുങ്ങളോടും പറയുന്നത്, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ താങ്ങും തണലുമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് UK യിലായിരിക്കുന്നത് നിങ്ങളുടെ പഠിപ്പിന്റെ എന്തുകൊണ്ട്? സമൃദ്ധി കൊണ്ടല്ല. അവർ നിങ്ങളുടെ മേൽ വെച്ച വിശ്വാസമാണ്. ഇതുവരേക്കും നിങ്ങൾ ചിന്തിക്കാത്തൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ എത്രയെങ്കിലും പൈസ മുടക്കി നാട്ടിൽ പഠിപ്പിക്കാം, അല്ലേ? അവർക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണാം, കൂടെ ഇരുന്ന് സ്നേഹം പങ്കുവെക്കാം. പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തിലായിരിക്കുമ്പോഴും അവരുടെ സ്നേഹത്തെ നിങ്ങൾ ത്യജിക്കത്തില്ല, അവരുടെ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെയാണ് അവർ നിങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ ആശ്വാസമായിരിക്കണം, നിങ്ങൾ അനുഗ്രഹമായിരിക്കണം.